ഇന്ന് ഞാനിവിടെ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിലെല്ലാം ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. മിക്കവാറും ചോറ് വെക്കുമ്പോൾ കുറച്ച് ചോറെല്ലാം ബാക്കി വരാറുണ്ട്. ഇനി അങ്ങനെ ചോറെല്ലാം ബാക്കി വരുമ്പോൾ ഈ പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താഴെ കാണുന്ന ആ റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ബാക്കി വന്ന ചോറ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ചോറ് എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് അരിപ്പൊടി വേണ്ടത്. നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യുന്നത് ആ കപ്പിൽ തന്നെ പകുതി അരിപ്പൊടി എടുക്കുക. 6 കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 2 എണ്ണം മതിയാകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചതും എടുത്തിട്ടുണ്ട്. കൂടാതെ ഉപ്പും വെജിറ്റബിൾ ഓയിലും ആവശ്യത്തിന് വേണം. ആദ്യം തന്നെ നമുക്ക് ഈ ചോറ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ചോറ് ഞാൻ ഇത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചോറിലുള്ള വെള്ളമെല്ലാം വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കുക. ഇതൊരു വിധത്തിൽ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഫിംഗർ റോളായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ചെറിയ ഉരുളായിട്ട് എടുത്തിട്ട് ഇതിങ്ങനെ ചെറിയ ഫിംഗർ റോളാക്കി മാറ്റുക. ഇതേപോലെ ഫിംഗർ റോളാക്കി മാറ്റുക. എല്ലാ മാവും ഇതേപോലെ ചെയ്യുക. ഇതിൽ ഒട്ടലുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, എന്നിട്ട് ഉണ്ടാക്കുക. ഞാനിവിടെ മാവ് ഫുള്ളായിട്ട് ഫിംഗർ റോളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിംഗർ റോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, എങ്കിലേ ഉള്ളെല്ലാം വേവുകയുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം മൊരിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിമെല്ലാം കൂട്ടിയിട്ട് മൊരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും, ഓയിലെല്ലാം പൊട്ടി മേലേക്കൊക്കെ തെറിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഇതിവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ഫിംഗർ റോൾസും അതേപോലെ ചെയ്യുക. ഫിംഗർ റോൾ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസിലെല്ലാം മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൺ.